ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശംഷാബാദ് അതിരൂപതയിലെ അഭിവന്ദ്യ പിതാക്കന്മാർക്കും ബഹുമാനപ്പെട്ട വൈദികർക്കും സന്യസ്തർക്കും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥനാശംസകൾ. ഇന്ന് അർദ്ധരാത്രി നാം നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലെ വളരെ സുപ്രധാനമായ ഒരു ഘട്ടമാണ് നോമ്പുകാലം. കർത്താവായ യേശുവിലേക്ക് കൂടുതൽ അടുക്കുവാനും പരിശുദ്ധമായി ജീവിക്കുവാനും നാം പരിശ്രമിക്കുന്ന പുണ്യദിനങ്ങളാണല്ലോ നോമ്പുകാലത്തിലെ ദിവസങ്ങൾ. ഈ നോമ്പുകാലത്തിൽ ആധ്യാത്മികമായി വളരാൻ 3 കൊച്ചു കാര്യങ്ങൾ ചെയ്യാനായി നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമതായി, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിക്കുക. രണ്ടാമതായി, ഓരോ ദിവസവും ഓരോ വചനം മനഃപ്പാഠമാക്കുക, ഹൃദയത്തിൽ സൂക്ഷിച്ച് ധ്യാനിക്കുക. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ അതിരൂപത വചനവർഷമായി ആചരിക്കുന്ന വർഷമാണിത്. അതുകൊണ്ട് ഈ വർഷത്തെ നോമ്പുകാലത്തിൽ 50 വചനമെങ്കിലും പഠിക്കുവാനുള്ള ഒരു തീഷ്ണത നമുക്ക് കാണിക്കാം. മൂന്നാമതായി, ആഴ്ചയിൽ ഒരു പ്രാവശ്യം ആർക്കെങ്കിലും സഹായം ചെയ്യുക. 7 ആഴ്ചകളിൽ 7 ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉപവാസം, നമ്മുടെ പ്രായശ്ചിത്തം അർത്ഥപൂർണമാകും. ഏശയ്യായുടെ പുസ്തകം 58-ാം അധ്യായം 5 മുതൽ 8 വരെ വചനങ്ങളിൽ കർത്താവ് ഉപവാസത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. ഭക്ഷിക്കാതിരിക്കുന്നത് മാത്രമല്ല ഉപവാസത്തിന് മറ്റൊരു ഭാഗം കൂടെയുണ്ട്. അനീതിയുടെ കെട്ടുകൾ പൊട്ടിക്കുക, ദരിദ്രരോട് കരുണ കാണിക്കുക, പീഡനം ഏൽക്കുന്നവരെ സഹായിക്കുക, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക, സഹായം അർഹിക്കുന്നവർക്ക് സഹായം കൊടുക്കുക, നിങ്ങളുടെ ഭക്ഷണം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. ഈ നോമ്പുകാലത്തിൽ നമ്മൾ ഉപയോഗപ്രവർത്തനങ്ങൾ ചെയ്യാതെ ഭക്ഷണ സാധനങ്ങൾ വർജിച്ചതുകൊണ്ട് മാത്രം നമ്മുടെ ഉപവാസം പൂർണ്ണമാകുന്നില്ല. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ 3 കാര്യങ്ങളും ചെയ്ത് ഈ നോമ്പുകാലത്തെ അനുഗ്രഹപൂർണ്ണമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു നോമ്പുകാലം ആശംസിക്കുന്നു.